വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിലും വലിയൊരു ദുരന്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും, അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിലും പനിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഓണത്തിൻ്റെ ടൈമിൽ തുടങ്ങിയ ഒരു അസുഖം ഇതുവരെയായിട്ടും അതിനൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ മാറി മാറി ട്രിപ്പ് അടിച്ച് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ട്രിപ്പ് എല്ലാവർക്കും കഴിഞ്ഞു, ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാരണം കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. നമ്മൾ വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ, അത് എഡിറ്റ് ചെയ്തിട്ട് ഇടുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല. ഒന്നാമത്തെ വയ്യ, അതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. നല്ല വിഷമമുണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എന്താ ചെയ്യണ്, നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ട് നീച്ചത് കേട്ടോ. ഇപ്പോൾ എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തലവേദനയാണ്. അപ്പോൾ മുടിയൊന്നും ഞാനങ്ങനെ നല്ലോണം മുടിയൊന്നും വലിച്ച് ചീന്തി കെട്ടാറൊന്നുമില്ല കേട്ടോ. മുടിയൊക്കെ ഒന്ന് ആകെ അലങ്കോലമായിട്ട് വൃത്തികേടായിട്ട് കിടക്കും. തല നനച്ചിട്ടൊക്കെ കുറേ ദിവസമായിട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മെല്ലെ ഒന്ന് കെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചീന്തി കൊടുത്തിട്ടൊന്ന് കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. മുടി കെട്ടായികയല്ല, അങ്ങനെ അധികം ചീർപ്പും കൊണ്ട് ഇങ്ങനെ വലിച്ച് ചീന്താറില്ല മുടി. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തലയ്ക്കൊക്കെ ഒരു തലവേദന കണ്ടുകൊണ്ട് തലയ്ക്കൊക്കെ ഒരു ഭാരം പോലെ തോന്നുകയാണ്. അപ്പോൾ മുടി ഇപ്പോൾ മൊട്ടടിച്ച് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പല്ല് തേക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ നീച്ചിപ്പോൾ വന്നിട്ട് തന്നെ ഉള്ളൂ. നീച്ച് വന്നോടുമ്പോൾ തന്നെ മുടി കെട്ടിയിട്ട് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പല്ല് തേക്കലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുടി ഇങ്ങനെ ചീന്തി കെട്ടൊന്നുമില്ല. നേരം വെളിച്ചാകുമ്പോൾ നീച്ച് കഴിഞ്ഞാൽ മുടിയൊന്ന് അഴിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ഒതുക്കി വയ്ക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. പല്ല് തേക്കൽ പിന്നെ എന്നും ഉണ്ട്, അതില്ല എന്നല്ല. പിന്നെ തീരെ വയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഒരു ഉഷാറൊന്നും ഇല്ല. പിന്നെ വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് അകത്തേക്കൊക്കെ കയറി, അതൊക്കെ കഴിഞ്ഞ് പല്ലേക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. പിന്നെ നമ്മുടെ ഓരോ ജോലികളിലേക്ക് കടന്നു. ജോലി പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാനിവിടെ നമ്മുടെ വീട് തുടച്ചിട്ട് തന്നെ 2 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനും കൂടി എനിക്ക് നേരം പോലെ കുമ്പിടാനൊന്നും വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുമ്പിടാൻ തലവേദന കാരണം കൊണ്ടാണ്, അല്ലാണ്ട് ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. തലവേദന കാരണം കൊണ്ട് എനിക്ക് കുമ്പിടാനും പോലും പറ്റുന്നില്ല കേട്ടോ. തലയൊക്കെ ഒരുമാതിരി പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരപ്പെട്ടുള്ള പണികളൊന്നും ഞാൻ ചെയ്യണില്ല. ഇപ്പോൾ ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഏട്ടനും വയ്യ, ഏട്ടനും എന്നാലും ഹെൽപ്പ് ചെയ്യും വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാറാലൊക്കെ എത്രത്തോളമൊക്കെ ഒന്ന് കണ്ടത് ഞാൻ തട്ടി കൊടുത്താണ് കേട്ടോ. കാരണം മാറാല തട്ടാനായിട്ടൊരു ദിവസം ഇനി മെനക്കിടണം. മാറാലൊക്കെ പിടിച്ചിട്ട് ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ വീടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒക്കെ അടിച്ച് വാരി കൊടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അടിച്ച് വാരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല, പൊടികൾ നിറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടിച്ച് വാരി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ വോയിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതായിരിക്കും എൻ്റെ സൗണ്ട് തന്നെ ശരിയായിട്ടില്ല. ജലദോഷം കാരണം കൊണ്ട് ശബ്ദം ഓക്കെ ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറേ നേരം നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ കേട്ടോ, ചുമയൊക്കെ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഞാനിതാ വോയിസ് കൊടുക്കുമ്പോൾ അതാ ഒരു പക്ഷി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എൻ്റെ ശബ്ദം കേൾക്കാൻ. ഇനിയിപ്പോൾ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ചായക്കുള്ള വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. ചായയല്ല, കാപ്പിയാണ് കേട്ടോ. ഈ പനി പിടിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ചോറിനേക്കാൾ അല്ലെങ്കിൽ കഞ്ഞിയേക്കാൾ കൂടുതലും കാപ്പിയാണ് കുടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത് ഇന്ന്. അപ്പോൾ അത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പുട്ടാണ് ഉണ്ടാക്കണത്. കുറച്ച് ഈ 2 കുറ്റിയും പിന്നെ ഒരു കുറച്ച് പൊടിയും കൂടി ഉണ്ട്. ഒരു അരക്കുള്ളതില്ല, ഒരു 1/4 അത്രേ ഉള്ളൂ. അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചെറുപഴം പനിക്കുമ്പോൾ നല്ലതല്ല, തണുപ്പാണെന്നൊക്കെ അറിയാം. പക്ഷെ കറി ഉണ്ടാക്കാനുള്ള കടലയൊന്നും ഇന്നലെ വെള്ളത്തിലിടാത്ത കാരണം കൊണ്ട് തന്നെ കറിക്കുള്ളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1-2 ചെറുപഴമല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചു.
ഇനിയിപ്പോൾ ഇതിലും വലിയ ദുരന്തം എന്ത് വരാനാണ് വിചാരിച്ചിട്ട് 2 ചെറുപഴം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അധികം വേണം അധികമാവട്ടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതാ കുട്ടികളത്തേക്കൊന്ന് വന്നാണ് കേട്ടോ. നമ്മുടെ കിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പവനാണ് പനി തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പവനായി കേട്ടോ. അവനാണ് ആദ്യം പനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2ാം ട്രിപ്പ് അവനും വന്നു. ഇപ്പോൾ തൊട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. അവന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ പനിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മരുന്നൊക്കെ കൊടുത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മരുന്ന് കൊടുക്കുക കാരണം ഇപ്പോൾ പനിക്കണമൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ട്. ഇത് കണ്ടില്ലേ മരുന്നുകൾ, ഞങ്ങൾക്കൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനുള്ള മരുന്നുണ്ട് കേട്ടോ അവിടെ. അത് കുട്ടികളുടെ ഏട്ടൻ്റെ, എൻ്റെ പിന്നെ ഞാൻ ബാഗിൽ സേഫായിട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഇവർ മരുന്നൊന്നും കഴിച്ച് കഴിഞ്ഞ് ഇവർ എടുത്തേക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ മുറ്റടിച്ചുകാരലും ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പണികളും. അകത്തുള്ള പുട്ടുണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. മുറ്റടിച്ച് വരാനൊക്കെ ഉണ്ട്. മഴ നല്ല ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോഴാണ് തീരുമാനിച്ച് നമുക്കിന്ന് വീട്ടിലേക്കൊന്ന് പോവാമെന്നുള്ളത്. തീരെ വെയ്യാണ് എനിക്ക് ഒന്നാമത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വേഗം എന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. മുറ്റടിച്ച് വാരലൊക്കെ മെല്ലെ മെല്ലെ ഞാൻ ചെയ്തു കേട്ടോ. കാരണം എനിക്ക് നേരം പോലെ കുമ്പിട്ട് തല അങ്ങനെ കുനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുറ്റടിച്ച് വാരലും പിന്നെ അതുപോലെ തന്നെ തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു. കുറച്ച് തുണികൾ തന്നെ ഉള്ളൂ, അതൊക്കെ ഒന്ന് വേഗം തിരുമ്പിയിട്ടു. പോകുമ്പോഴത്തേനും ഒന്ന് വാടി കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അവർ രണ്ടുപേരും ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഒരു 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.